ഇത് കാണുന്നത് മാടായിക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഉത്തര കേരളത്തിലെ തന്നെ ചിരപുരാതനവും പൗരാണിക പ്രസിദ്ധവുമായ ശാക്തീയ കാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്രയോ ധാരാളം പേർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ. ഒന്നും മിണ്ടാതിരി ചേച്ചി. അപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയലപ്ര ഒരു പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞിപ്പോ മാടായിക്കാവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയിട്ട് വഴിതെറ്റി ഇങ്ങനെ പോവാണ്. ഇവിടെ ആണെങ്കിൽ സിംഗിൾ വൺ വേ റോഡ് പോലെയാണ്. ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റും. തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പോയിടും. അപ്പൊ ഞങ്ങൾ ആ ഒരു വഴിയിലാണ് ഒരു 3 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ 10 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നേ. ചേട്ടാ ഇപ്പൊ എന്തോ വല്ല നടക്കുമോ? നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട്. അപ്പൊ 5 മണിക്കാണ് അവിടെ നട തുറക്കുന്നത്. നമ്മളിപ്പോ ഏകദേശം 4 മണി ആവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ മുണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ ചേട്ടാ? മുണ്ട് ഗൂഗിൾ ചേച്ചി വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ അവിടെ ചെല്ലുമ്പോ പകുതി ആകുമ്പോ പറയാം തിരിച്ചാ പോണ്ടെന്ന് പറയും. ഇതിപ്പോ നമ്മള് വന്ന വഴിയല്ലേ? ചേച്ചിയുടെ ഭാഗത്തില്ല, ഞങ്ങളുടെ ഭാഗത്താന്ന് തോന്നുന്നു തെറ്റി. എന്തായാലും അറിയില്ല, പോയി നോക്കുക, എവിടെയെങ്കിലും എത്തും. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ മുണ്ടിന്റെ വിഷയം, മുണ്ട് മാത്രമേ അവിടെ പറ്റത്തുള്ളെന്നാണ് അറിഞ്ഞത്. അറിയില്ല, അവിടെ ചെന്ന് നമ്മള് അതിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കണം. ഇതൊരു പെട്ടെന്ന് വന്ന ഒരു പ്ലാനാണ്. ഒറ്റ കാര്യം അറിയാം, നമ്മുടെ ചെറുപ്പത്തിലല്ലേ ഇതേതൊരു വീടാ ചേട്ടാ? ഇത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ടോ? ഇത് ഇവിടെ റൂട്ട് നേരെ കാണിക്കുന്നേ. ഇത് ഏതൊരു വീടൊക്കെ കാണിക്കുന്നത്. ഒരു വീടിന്റെ അവിടെ ചെന്ന് ഈ വഴി കൂടെ എങ്ങനെ ഷോർട്ട് കട്ടി പോവാനോ? ഈ വഴി തന്നെയാണോ? ഇതിപ്പം നമ്മള് 3ാമത്തെ ട്രിപ്പാണ്. വന്ന വഴി തന്നെ കയറുന്നത്. ഓക്കെ, എന്തെങ്കിലും ചെല്ലുക നോക്കട്ടെ. എനിക്ക് നേരെ പോകണം തോന്നുന്നു കേട്ടോ. നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ? ലെഫ്റ്റ് അല്ലല്ലോ, ഇത് ഇങ്ങോട്ടല്ലേ കാണിക്കുന്നത്? ഓ, നമ്മള് പറഞ്ഞ മുണ്ടിന്റെ വിഷയം. മുണ്ട് മാത്രമേ അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അറിഞ്ഞത്. നമ്മള് പാന്റ് ഇട്ടിട്ട് വന്നു. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാന്ന് ഒരു പിടുത്തമില്ല. മുണ്ടിടാൻ പറ്റുമോ? എത്തിയോ അമ്പലം? അമ്പലം എന്ത് ചേട്ടാ? അപ്പൊ നമ്മള് ബാക്കി വിശേഷമൊക്കെ അവിടെ ചെന്ന് അതിന്റെ വീഡിയോ ഒക്കെ പറയാം. എന്തായാലും ഫോൺ അകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അകത്ത് പോയി ആ ഒരു പ്രതിഷ്ഠയും കാര്യം അതിന്റെ വിശേഷവും എല്ലാം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കി പറയാം. മാടായിക്കാവിന് മറ്റൊരു പേരുണ്ട്, തിരുവർക്കാട്ട് കാവെന്ന്. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള അരയാലിനെ ദേവിയുടെ മൂലസ്ഥാനമായാണ് സങ്കല്പിക്കുന്നത്. മാത്രമല്ല പരശുരാമനാൽ ശംഖിൽ ആവാഹിച്ച ദേവി വന്നു വീണ പ്രദേശമാണിത്. ഈ പ്രദേശം പിന്നീട് തിരുവർക്കാട്ട് കാവ് അഥവാ മാടായിക്കാവായി മാറി. വടക്കൻ കേരളത്തിലെ എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും മാതൃക്ഷേത്രമായാണ് മാടായിക്കാവിനെ കണക്കാക്കുന്നത്. ഇവിടെ പ്രസാദമായി ശർക്കര പായസവും കോഴി നിവേദ്യവും പയറുമാണ് കൊടുക്കുന്നത്. സാധാരണ ശാക്തീയ അമ്പലങ്ങളിൽ കോഴി നിവേദ്യം കൊടുക്കാറുണ്ട്. ഇത് കാണുന്നത് മാടായിക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഉത്തര കേരളത്തിലെ തന്നെ ചിരപുരാതനവും പൗരാണിക പ്രസിദ്ധവുമായ ശാക്തീയ കാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്രയോ ധാരാളം പേർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രത്തിലത്തെ പ്രധാന പൂജ തന്നെ ശക്തിപൂജ, അംഗപൂജ, ഗുരുസിപൂജ, കരിങ്കലശം എന്നീ പൂജകളൊക്കെയാണ്.
പിന്നെ അതിലും വലുതായിട്ടുള്ള ശത്രുസംഹാര പൂജയുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു പൂജ മാത്രമുള്ള പൂജകളുണ്ട്. ആ പൂജ വലിയ പൂജയാണ്. അതുപോലെ നിറമാല പൂജ, ഇതൊക്കെ ദേവിയുടെ വളരെ പ്രധാനപ്പെട്ട പൂജകളാണ്. ഈ ക്ഷേത്രത്തിലത്തെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പിടാരർ സമുദായത്തിൽപ്പെട്ട പൂജാരിമാരാണ് ഈ ക്ഷേത്രത്തിലത്തെ പ്രധാനപ്പെട്ട പൂജകൾ മുഴുവനും നിർവഹിച്ചു പോകുന്നത്. ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലും കൂടെ ഉള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ അമ്മയുടെ പ്രധാനപ്പെട്ട കല്യാണപ്പാട്ട് എന്നറിയപ്പെടുന്ന മകരപ്പാട്ട് ഉത്സവം തുടങ്ങുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് മീനമാസത്തിലെ കാർത്തിക തൊട്ട് പൂരം വരെയുള്ള വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരമഹോത്സവം. ഈ പൂരമഹോത്സവം നടത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള വടുകുന്ന് ശിവക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ വടുകുന്ന് ശിവക്ഷേത്രത്തിൽ ഏകദേശം പൂരംകുടി ദിവസം രാവിലെ ഒരു 9 മണിയോട് 10 മണിക്കുള്ള സമയത്ത് മാടായിക്കാവലമ്മയുടെ പൂരംകുടി കഴിഞ്ഞ് ദേവി മാടായിക്കാവിലേക്ക് വീണ്ടും തിരിച്ചു വരും. ഈ ഉത്സവത്തിന് നമ്മുടെ കേരളത്തിന്റെ തന്നെ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തു നിന്നും 10,000-കണക്കിന് ആളുകളായിരിക്കും ഈ ഉത്സവത്തിന് പങ്കെടുക്കുന്നത്. ഈ ഉത്സവം നടക്കുന്ന തടാകം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തടാകം കൂടിയാണ്. ഏത് വേനൽ വർഷത്തിലും ഒരേപോലെ ജലാംശം നിലനിൽക്കുന്ന ഒരു തടാകം കൂടിയാണ് ഈ വടുകുന്ന തടാകം അറിയപ്പെടുന്നത്. കുറച്ചു മുമ്പേ നമ്മൾ മാടായിക്കാവിൽ വെച്ച് പറഞ്ഞ വടുകുന്ത ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. മാടായിപ്പാറയുടെ മുകളിലാണ് ഈ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെ എന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തി. മാടായിക്കാവിൽ എത്തുന്നവർ തീർച്ചയായും ദർശിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണ് ഇവിടെ നട തുറക്കാത്തത്. ഏകദേശം ഒരു 5 മണി കഴിയുമ്പോൾ ഇവിടെ നട തുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇപ്പൊ പറയുന്നത്. ഈ ഒരു ശിവക്ഷേത്രം പോലെ തന്നെ ഈ ഒരു തടാകം പ്രശസ്തമാണ്. കാരണം ഏതൊരു വേനൽക്കാലത്തും വറ്റാത്തത്രയും ജലമാണ് ഈ ഒരു തടാകത്തിലുള്ളത്. മാടായിക്കാവലമ്മയുടെ പൂരംകുളി ഈ ഒരു തടാകത്തിൽ വെച്ചാണ്. ഏകദേശം 1.5 ഏക്കറോളം വലിപ്പമുണ്ട് ഈ ഒരു ജലാശയത്തിന്. നമ്മൾ എന്തായാലും അടുത്ത തവണ വരുമ്പോൾ ഈ ഒരു വടുകുന്ത ശിവക്ഷേത്രത്തിനകവും എല്ലാം ദർശിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തന്നെയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്.